ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേറ ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഫിഷ് ഗ്രില്ല് ഉണ്ടാക്കാൻ പോവാണ്. അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് വറ്റയുടെ ഒരു മീഡിയം സൈസ് ഒരു ഫിഷാണ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് അതിൻ്റെ ചെതുമ്പെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ആ ഒരു ഹാഫ് പോർഷനിൽ നിന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ആ ഒരു മുള്ളിൻ്റെ ആ ഒരു വശത്ത് നിന്ന് നമ്മൾ ചെത്തി ആ ഒരു ടോപ്പ് പോർഷൻ നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ആഴത്തിൽ വരഞ്ഞ് നല്ലതായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള മസാല പ്രിപ്പയർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ ഇഞ്ചി, ചുമന്നുള്ളി, മുളക്, നാരങ്ങ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആ ഇഞ്ചിയൊക്കെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് ചെറിയ പീസസായിട്ട് അത് അരച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മസാലയിൽ കിടക്കും. അപ്പം മുളകും ഇഞ്ചിയും നമുക്കതിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ വെളുത്തുള്ളി ജസ്റ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചുമന്നുള്ളി വലിയ ഉള്ളികളുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പം നമുക്കതെല്ലാം ഒരു അടിപൊളി ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. അതിലേക്ക് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മളതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിലേക്ക് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക് അത് നമ്മുടെ ഫ്ലേവറിനനുസരിച്ചാണ് കേട്ടോ. ഞാനൊരു 3 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല, അതൊരു 1 സ്പൂൺ നിറച്ച് വേണ്ട. പിന്നെ നമ്മുടെ ഈ മസാലയ്ക്ക് പുരട്ടാനായിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു നാരങ്ങ ഫുള്ള് നമ്മുടെ ആ ഒരു മസാലയ്ക്ക് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാരങ്ങയുടെ കുരു ഒരിക്കലും അതിനകത്ത് വീഴാൻ പാടില്ല, കാരണം അത് അടിച്ചു കഴിഞ്ഞാൽ കഴിക്കും. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. മസാല മൊത്തം നന്നായിട്ട് എല്ലാ ഭാഗത്തും പുരട്ടിയതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ഫ്രിഡ്ജിൽ വെക്കണം. എന്നാൽ മാത്രമേ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ആ ഒരു ഫ്ലഷിലൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അത് മുഴുവനും അതിൽ നിന്ന് അടന്ന് പൊഴിഞ്ഞു പോകും. അപ്പം നമുക്ക് നന്നായിട്ട് ഇതിൽ മുഴുവനും പുരട്ടി എടുത്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബക്കറ്റിലെ കരിയൊക്കെ സെറ്റ് ചെയ്യാം. അപ്പം തീയൊക്കെ പിടിപ്പിച്ചു നന്നായിട്ട് ആളി കത്തി ഒരു ചിരട്ടയുടെ തീ ഫുള്ള് അണഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രില്ലർ വെക്കുന്നുള്ളൂ. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഫ്ലഷ് നന്നായിട്ട് കരിയാതെ വെന്ത് കിട്ടുള്ളൂ. അപ്പം നന്നായിട്ട് കനലായിട്ട് വന്ന ശേഷം നമ്മുടെ ഗ്രില്ലർ എടുത്തതിൻ്റെ മേളിൽ വെക്കാം. അതിന് മുമ്പ് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. അത് നമ്മുടെ ഫ്ലഷ് അതിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എണ്ണ പുരട്ടി കൊടുക്കുന്നത്. ഇതിന് മുമ്പ് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്തപ്പോഴും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഫിഷിൻ്റെ ആ ഒരു പീസ് നമ്മളിതിന് മേളിൽ വെച്ച് കൊടുക്കാം. നന്നായിട്ടിരുന്ന് പയ്യെ വെന്തോട്ടെ. ആ ഒരു ഫസ്റ്റ് സൈഡ് വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. അപ്പം ആ ഒരു ഫ്ലഷ് നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പം പയ്യെ ഈ കനലിലിരുന്ന് വേകുമ്പോഴാണ് ആ ഒരു എന്താ പറയുക, ആ ഒരു കറക്റ്റ് ഭാഗമാകുന്നത്. തീ വന്നു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. ഇപ്പം നമ്മുടെ ഫിഷ് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് മഴ ചാറിയതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ അകത്തോട്ടെടുത്ത് വെച്ചതാണ്. അപ്പം നമ്മുടെ ഏകദേശം ഫിഷ് ഗ്രില്ലായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ സെർവ് ചെയ്യാനുള്ള പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. ഫിഷ് നമ്മൾ ഗ്രില്ല് ചെയ്ത് പ്ലേറ്റിൽ വയ്ക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മൾ ഈ വരഞ്ഞു കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതിൽ നിന്ന് ഫ്ലഷ് വിട്ടുപോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ആവി പറക്കുന്ന ഫിഷ് ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ഗ്രില്ലൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ സെറ്റപ്പിൽ നമുക്ക് ഫിഷ് ഗ്രില്ല് സെറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഷി ആയിട്ടുള്ള ഫിഷ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഫ്ലഷ് ആയിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ചെറിയ സലാഡോ ഒക്കെ യൂസ് ചെയ്ത് സൈഡ് ഡിഷായിട്ട് വയ്ക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ എന്ത് വേണമെങ്കിലും നമുക്ക്  റോട്ടീസ് കഴിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.
അപ്പം നമ്മളിതെല്ലാം ഒന്ന് ഫിനിഷ് ആക്കട്ടെ. ഓക്കെ, അപ്പം നമ്മൾ ഏകദേശം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫിഷ് അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എന്തായാലും ഒരു വലിയ താമസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതൊന്ന് ഫിനിഷ് ആക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബായ്.